നമസ്കാരം. ഇന്ന് നമ്മൾ കൈപ്പയ്ക്ക പച്ചക്കൈപ്പയ്ക്ക എങ്ങനെ വറക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കൈപ്പയ്ക്ക കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം നനവൊന്നും പാടില്ല. നമ്മൾ നുറുക്കിയിടുന്ന പാത്രത്തിലും വെള്ളം നനവൊന്നും പാടില്ല. എന്നിട്ട് നമ്മളത് നുറുക്കിയെടുക്കുക. കടയും തലയും കളഞ്ഞിട്ട് നമ്മൾ നുറുക്കിയെടുക്കുക. നമ്മൾ കനം കുറഞ്ഞ് നുറുക്കിയെടുക്കുക. കൈപ്പയ്ക്ക കണ്ടില്ലേ, ഈ കണത്തിൽ നമ്മൾ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലക്കൂട്ട് പറ്റിയെടുക്കാം. ഈ മസാലക്കൂട്ട് പറ്റാൻ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തു, പിന്നെ മുളകും പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അത് പരട്ടിയെടുക്കുക. വെള്ളം നനവ് പാത്രത്തിലോ കൈപ്പയ്ക്കയിലോ ഒന്നും പാടില്ല. വെള്ളം നനവ് നമ്മൾ കൈപ്പയ്ക്ക തിന്നാത്ത, കൈപ്പയ്ക്ക പൊതുവെ കനപ്പ് കാരണം തിന്നാൻ താല്പര്യക്കുറവാണ് കുട്ടികൾക്കൊക്കെ. അപ്പം നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ തിന്നും. ഇപ്പം നല്ലോണം പരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്കത് പാനിലിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. കേട്ടോ, 10 മിനിറ്റായി. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് അതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന കൈപ്പയ്ക്ക ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെറുത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതീയിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കൈപ്പയ്ക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ട. ഇനി നമുക്കിതുപോലെ എല്ലാം വറുത്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.